السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഈ ഒരു മജ്ലിസിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ബിൻ നാസിർ സഅദി റഹിമഹുള്ളയുടെ വളരെ പ്രശസ്തമായ അറിയപ്പെട്ട ധാരാളം ഭാഷകളിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ റിസാല, അതിന്റെ പേര് അൽ വസായിലുൽ മുഫീദ ലിൽ ഹയാത്തി സഈദ. അൽ വസായിലുൽ മുഫീദ, ഉപകാരപ്രദമായിട്ടുള്ള മാർഗങ്ങൾ, കാര്യങ്ങൾ, ലിൽ ഹയാത്തി സഈദ, സൗഭാഗ്യം നിറഞ്ഞിട്ടുള്ള, സന്തുഷ്ടം നിറഞ്ഞിട്ടുള്ള, ഏറ്റവും നല്ലൊരു ജീവിതത്തിന് ഉപകാരപ്രദമായിട്ടുള്ള, ആ ജീവിതം ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്ന പേരിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു റിസാലയാണ്. ഇംഗ്ലീഷിൽ അത് യൂസ്ഫുൾ വേസ് ഫോർ എ ഹാപ്പി ലൈഫ് എന്ന പേരിലും മലയാളത്തിലും ധാരാളം 30ഓളം ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് കേട്ടറിവുണ്ട്. മലയാളവും ഇംഗ്ലീഷും അതുപോലെ വേറെ 2 ഭാഷകൾ കണ്ടിട്ടുണ്ട്. അബ്ദുറഹ്മാൻ ബിൻ നാസിർ സഅദി റഹിമഹുള്ള, അദ്ദേഹത്തെ പറ്റി കൂടുതൽ പറയേണ്ടതില്ലാത്ത വിധം അറിയപ്പെടുന്ന വ്യക്തിയാണ്. മുഫസ്സിറാണ്, ഫഖീഹാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അറിയപ്പെട്ട ശ്രേഷ്ഠനായിട്ടുള്ള ഇമാമാണ്. ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുള്ളയുടെ ഉസ്താദാണ്. അങ്ങനെ ധാരാളം അദ്ദേഹം രചിച്ച ധാരാളം കിതാബുകളും അതുപോലെ തന്നെ വ്യത്യസ്ത പഠന മേഖലകളിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള സേവനങ്ങളും അറിയപ്പെട്ടതാണ്. ഈ ഒരു ഗ്രന്ഥം എഴുതാൻ ഒരു കാരണം ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ഷെയ്ഖ് സഅദി റഹിമഹുള്ള അദ്ദേഹത്തിന് ചില ചികിത്സയുടെ ആവശ്യാർത്ഥം, ചില രോഗം, തലവേദന, തലയിലെന്തോ വളരെ ഗുരുതരമായിട്ടുള്ള വേദന അനുഭവിക്കുന്ന രോഗമുണ്ടായ സമയത്ത് ലബനാനിലേക്ക് ചികിത്സ ആവശ്യാർത്ഥം അദ്ദേഹം പോവുകയുണ്ടായി. ലബനാനിലേക്ക്. അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ മകനോ ശിഷ്യന്മാരിൽ ആരോ ഒരു പുസ്തകം കൊണ്ടുവന്ന് കൊടുത്തു വായിക്കാൻ വേണ്ടിയിട്ട്. അദ്ദേഹം വളരെയധികം വിഷമം അനുഭവിക്കുന്ന, രോഗം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലായതുകൊണ്ട് അദ്ദേഹത്തിന് ഉപകരിക്കട്ടെ എന്ന നിലക്ക് അദ്ദേഹത്തിന്റെ മകനാണെന്ന് കേൾക്കാം, ഒരു പുസ്തകം കൊണ്ടുവെടുത്തു. ആ പുസ്തകം ഒരു ഇംഗ്ലീഷ് പുസ്തകത്തിന്റെ ട്രാൻസ്ലേഷനാണ്. അതിന്റെ അറബിയിൽ പേര് ദഇൽ ഖൽഖ് വബ്ദഇൽ ഹയാത്ത്. ഇംഗ്ലീഷിൽ സ്റ്റോപ്പ് വറിയിങ് ആൻഡ് സ്റ്റാർട്ട് ലിവിങ് എന്ന പേരിൽ ഒരു അമേരിക്കക്കാരനായിട്ടുള്ള എഴുത്തുകാരൻ ഡെയിൽ കാർണഗി എന്ന പേരുള്ള അറിയപ്പെട്ട എഴുത്തുകാരനാണ്. പുസ്തക വായന പരിചയമുള്ള ആളുകൾക്ക് അറിയപ്പെട്ട ഒരു വ്യക്തിയാണ്. 1936 ആ കാലഘട്ടത്തിലൊക്കെ അദ്ദേഹം എഴുതിയ ഹൗ ടു ഇൻഫ്ലുവൻസ് പീപ്പിൾ എന്ന് തുടങ്ങുന്ന ഒരു പുസ്തകമൊക്കെ ഇന്നും വളരെയധികം അടിച്ചിറങ്ങുന്ന അങ്ങനൊരു എഴുത്തുകാരനാണ്. അഥവാ വെൽനസുമായി ബന്ധപ്പെട്ട് ഡിപ്രഷൻ, വെറി, അതുപോലുള്ള കാര്യങ്ങൾക്ക് ഉള്ള മാർഗങ്ങൾ, അങ്ങനെ ആ ഒരു മേഖലയിൽ പുസ്തകങ്ങൾ എഴുതുന്ന വ്യക്തിയാണ്. അപ്പൊ ആ വ്യക്തി എഴുതിയ ഈ കിതാബിന്റെ സ്റ്റോപ്പ് വെറിയിങ് എന്നുള്ള പുസ്തകത്തിന്റെ അറബി ട്രാൻസ്ലേഷൻ, ദഇൽ ഖൽഖ് വബ്ദഇൽ ഹയാത്ത് എന്നുള്ള അറബി ട്രാൻസ്ലേഷൻ അദ്ദേഹത്തിന് ആരോ കൊണ്ടുവന്ന് കൊടുത്തു. മകനാണെന്ന് കാണാം. അങ്ങനെ അദ്ദേഹം, ഇമാം സഅദി ആ ആശുപത്രിയിലായിരുന്ന ആ സമയത്ത് അദ്ദേഹം അത് മുഴുവൻ വായിച്ചു. അദ്ദേഹത്തിന് വളരെ കൗതുകം തോന്നി. വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ അതിലുണ്ട് എന്ന് തോന്നി. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ, അത് വായിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അതിലെഴുതിയിട്ടുള്ള പല കാര്യങ്ങളും, ഒരു കാഫിറാണ് എഴുതിയിട്ടുള്ളത്, ഭൗതികമായിട്ടുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എഴുതിയിട്ടുള്ളത്. ഇതിൽ പലതും ദീനിയായിക്കൊണ്ട് പഠിപ്പിക്കപ്പെടുന്നതും, എന്നാൽ ഒരു മുസ്ലിമാണ് ദീനിയായ നിലക്കാണ് ഈ കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് എങ്കിൽ അവൻ അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ, ഭയം, പേടി, ഡിപ്രഷൻ, അതുപോലുള്ള കാര്യങ്ങൾക്കെല്ലാം സമാധാനം ലഭിക്കുകയും ഒരു വിശിഷ്ടമായ ജീവിതം ലഭിക്കാൻ ഉപകാരപ്രദമാവുന്ന കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുള്ളത് ദീനിയായ നിലക്ക് തന്നെ പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കിയ ഇമാം സഅദി ആ ആശുപത്രിയിൽ വെച്ച്, അദ്ദേഹത്തിന് വളരെയധികം വേദന അനുഭവിക്കുന്ന രോഗമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, അവിടെ വെച്ച് അദ്ദേഹം എഴുതിയ ഒരു ചെറിയ റിസാലയാണ് അൽ വസായിലുൽ മുഫീദ ലിൽ ഹയാത്തി സഈദ എന്ന് പറയുന്നത്. ചില പണ്ഡിതന്മാർ പിൽക്കാലത്ത്
ഈ ഒരു റിസാലയെ പറ്റി പറഞ്ഞത് ഒരു മാനസികാരോഗ്യ കേന്ദ്രം, ഒരു മെന്റൽ ഹോസ്പിറ്റലിന് പകരമായി വെക്കാൻ പറ്റുന്ന ഒരു ഗ്രന്ഥമാണിത് എന്ന നിലക്ക് വരെ സൂചിപ്പിച്ചത് കാണാം. ആ റിസാല മുഴുവൻ വായിക്കുക എന്നുള്ളത് നമ്മുടെ കുറഞ്ഞ സമയത്ത് സാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് അതിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഈ വസായിലുകൾ, കാരണങ്ങൾ, ജീവിതം സന്തുഷ്ടമാകാൻ, സൗഭാഗ്യമുള്ളതാകാൻ ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിൽ പരാമർശിച്ചിട്ടുള്ളത് എന്ന് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അതിലൊന്നാമത്തേത് ഇമാം സഅദി റഹിമഹുല്ലാഹ് കിതാബ് ആരംഭിക്കുന്നത് തന്നെ ഏതൊരു മനുഷ്യരും ആഗ്രഹിക്കുന്ന കാര്യം, ഏതൊരാളുടെയും ജീവിതത്തിന്റെ ഒരു തേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനമുള്ള, സന്തോഷമുള്ള ഒരു ജീവിതം ഉണ്ടാവണമെന്നാണ്. ഏതൊരാളും, എല്ലാ ആളുകളും. ഇപ്പൊ ചില ആളുകള് സമ്പത്തിന്റെ പിന്നാലെ പോകുന്നത്, ചില ആളുകള് സംഗീതത്തിന്റെ പിന്നാലെ പോകുന്നത്, ചില ആളുകൾ യാത്ര പോകുന്നത്, ചില ആളുകൾ ഭക്ഷണത്തിനോട് താല്പര്യം കാണിക്കുന്നത്, അങ്ങനെ പലതിനോടും താല്പര്യം കാണിക്കും. ആളുകൾ തേടുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ യാഥാർത്ഥ്യം അവരുടെ കൽബിന് സമാധാനവും സന്തോഷവും ലഭിക്കണം. ഇപ്പൊ ഒരാൾ മദ്യപിക്കുന്നു അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നു, അവരാഗ്രഹിക്കുന്നു അതാണ്. പക്ഷെ അതിലൂടെ അവർക്ക് നഷ്ടപ്പെടുന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം. അപ്പൊ എന്ത് കാര്യവും ആളുകൾ തേടുന്നത് അതാണ്. ഒരു നല്ല സന്തോഷമുള്ള, സമാധാനമുള്ള ജീവിതം കിട്ടണം എന്നുള്ളതാണ് എല്ലാവരുടെയും തേട്ടം. എന്നാൽ ആ ഒരു നേട്ടം നേടിയെടുക്കാൻ പ്രകൃതിയാ ചില കാരണങ്ങൾ കൊണ്ട് ആളുകൾ ശ്രമിക്കുന്നുണ്ട് എങ്കിലും, പല രീതിയിലുള്ള തെറാപ്പികൾ, പല രീതിയിലുള്ള മറ്റു പല കാര്യങ്ങളെല്ലാം ശ്രമിക്കുന്നുണ്ട് എങ്കിലും അത് അടിസ്ഥാനപരമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ കൊണ്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാണ് ഇമാം സഅദി റഹിമഹുല്ലാഹ് ആദ്യം പറയുന്നത്. ഒന്നാമത്തെ കാരണമായി പറയുന്നത് അൽ ഈമാനു ബില്ലാഹി തആല വൽ അമലു സ്സാലിഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള യഥാർത്ഥ ഈമാനും അതുപോലെ തന്നെ സൽക്കർമ്മങ്ങളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെയുള്ള സൽക്കർമ്മങ്ങൾ, അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുള്ള വിശ്വാസം ശരിയാക്കിക്കൊണ്ടുള്ള വിശ്വാസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സൽക്കർമ്മങ്ങളും. ഇതുകൊണ്ട് മാത്രമേ ഒരാളുടെ ജീവിതത്തിൽ പരിപൂർണമായ സമാധാനവും സന്തോഷവും ലഭിക്കുകയുള്ളൂ. എന്നിട്ട് ഇമാം സഅദി റഹിമഹുല്ലാഹ് അതിനൊരു തെളിവായിക്കൊണ്ട് കൊടുക്കുന്ന ആയത്ത് സൂറത്തു നഹ്ലിലെ 97-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, മൻ അമില സ്വാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. മൻ അമില സ്വാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസാ, ആരാണോ സ്വാലിഹായ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നത്, ആണാവട്ടെ പെണ്ണാവട്ടെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നത്, വഹുവ മുഅ്മിനുൻ, യഥാർത്ഥ ഈമാനോടുകൂടി, യഥാർത്ഥ വിശ്വാസത്തോടുകൂടി, ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ, അവർക്ക് ഏറ്റവും വിശിഷ്ടമായ ജീവിതം നാം ജീവിപ്പിക്കുന്നതാണ്. അല്ലാഹു പറയാം, വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിന് ഏറ്റവും ഉത്തമമായ പ്രതിഫലവും നാം നൽകും, നാളെ പരലോകത്ത് അതും ലഭിക്കും. അപ്പൊ ഈമാനും സൽക്കർമ്മങ്ങളും ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ പരിപൂർണമായ സമാധാനവും സന്തോഷവും ലഭിക്കുകയുള്ളൂ. എന്നിട്ട് ഇമാം സഅദി റഹിമഹുല്ലാഹ് ചില ഉദാഹരണങ്ങൾ കൊടുക്കുകയാണ്. ഇപ്പോ ഒരു വ്യക്തി, ആ വ്യക്തിക്ക് അനുഗ്രഹമായിട്ടുള്ള, ഈമാനൊന്നുമില്ലാത്ത ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കാഫിർ, അവന് അനുഗ്രഹമായിക്കൊണ്ടുള്ള വസ്തുക്കൾ, നിഅമത്തുകൾ ലഭിക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ അവൻ ഉണ്ടാവുക, അവൻ അതിൽ മതിമറക്കും, അവൻ അതിൽ അതിരുവിടുന്ന അവസ്ഥയിൽ അവൻ തീരും. ഇനി അവൻ എന്തെങ്കിലും നഷ്ടപ്പെട്ടാലോ, അവന് വില പിടിച്ച എന്തെങ്കിലും വസ്തുക്കൾ, അവന്റെ കച്ചവടം നശിച്ചു, അവന്റെ കുടുംബം നശിച്ചു, അല്ലെങ്കിൽ മക്കൾ നഷ്ടപ്പെട്ടു, മരണപ്പെട്ടു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലോ അവൻ അതിയായ ഖേദത്തിലേക്കും നഷ്ടത്തിലേക്കും പറ്റും. വലിയ സമ്പന്നർ പോലും അവർക്ക് ചെറിയ എന്തെങ്കിലും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തന്നെ ആത്മഹത്യയിലേക്കും അതുപോലെ തന്നെ മാനസികാരോഗ്യത്തിലേക്കും അങ്ങനെയുള്ള പലതിലേക്കും പോകുന്നത് കാണാം. അതേപോലെ തന്നെ ഈ ആളുകൾ, ഈമാനില്ലാത്ത ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുണ്ട് വിചാരിക്കുക, അതോ ഭൗതികമായിട്ടുള്ള വസ്തുക്കൾ ലഭിക്കുന്നുണ്ട് വിചാരിക്കുക. അവരുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഉണ്ടാകുക രണ്ടവസ്ഥയായിരിക്കും. ഒന്ന്, ഇനിയും കൂടുതൽ കിട്ടണം എന്നുള്ള ആർത്തിയുടെ ചിന്ത. രണ്ട്, എനിക്കിപ്പോ ഉള്ളത് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം. ഒന്ന്, ഇനിയും എനിക്കുണ്ടാകണം, ഇനിയും എനിക്ക് ലഭിക്കണം എന്നുള്ള ആഗ്രഹത്തിന്റെയും ആർത്തിയുടെയും അവസ്ഥ. രണ്ട്, എനിക്കിപ്പോ ഉള്ളത് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം. ഈ രണ്ടെണ്ണമായിരിക്കും അവരുടെ ഉള്ളിൽ ഉണ്ടാവുക, ഈമാനില്ലാത്ത ആൾക്കാർ. അതുകൊണ്ട് തന്നെ അവർക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ അവർക്ക് യഥാർത്ഥ രൂപത്തിൽ ആസ്വദിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ യഥാർത്ഥ ഈമാനുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് വിശ്വാസം ഉണ്ടാകും, ഇതെന്റെ റബ്ബ് എനിക്ക് നൽകുന്നതാണ്, അതുകൊണ്ട് തന്നെ എന്റെ റബ്ബിന് ഞാൻ നന്ദി കാണിക്കേണ്ടതുണ്ട്. ഇനി എന്തെങ്കിലും നഷ്ടപ്പെട്ടാലോ അവന് വിശ്വാസമുണ്ട്, ഇതെന്റെ റബ്ബിന്റെ വിധിയാണ്, ഇതിൽ ഞാൻ ക്ഷമിക്കുകയാണ് വേണ്ടത്.
അതുകൊണ്ട് തന്നെ ഏത് സമയത്തും അള്ളാഹുവിനോടുള്ള കടമകൾ നിർവഹിക്കുന്നു എന്നതുകൊണ്ട് അവന്റെ ജീവിതം എപ്പോഴും ത്വയ്യിബായ ഒരു വിശിഷ്ടമായ ഒരു സന്തുഷ്ടമായിട്ടുള്ള സമാധാനം നിറഞ്ഞിട്ടുള്ള അവസ്ഥയിലാണ് ഉണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് ഇമാം സഅദി റഹിമഹുല്ലാഹ് ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജബൻ ലി അംരിൽ മുഅ്മിൻ, ഒരു മുഅ്മിന്റെ അവസ്ഥ എന്തൊരു അത്ഭുതമാണ്. ഇന്ന അംറഹു കുല്ലഹു ഖൈറുൻ, അവന്റെ ഏതൊരു അവസ്ഥയും ഏതൊരു കാര്യവും അവന് നന്മയാണ്. ഏതൊരു കാര്യം നോക്കുകയാണെങ്കിലും അവന് നന്മയാണ്. വലൈസ ദാലിക ലിഅഹദിൻ ഇല്ലൽ മുഅ്മിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, ഒരു മുഅ്മിനല്ലാതെ ഈ ഒരു അവസ്ഥ ഉണ്ടാവില്ല. അതായത് നമ്മൾ ആലോചിച്ച് നോക്കണം, ഒരു അനുഗ്രഹം ലഭിച്ചു, നല്ല സന്തോഷം ലഭിക്കും, ഒരുപാട് കച്ചവടത്തിൽ ലാഭം അല്ലെങ്കിൽ ഒരുപാട് മറ്റുള്ള നേട്ടങ്ങൾ ലഭിച്ചു. അവന് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം നന്ദി കാണിക്കുകയാണ്. അല്ലെങ്കിൽ അവന്റെ പെട്ടെന്ന് അവന്റെ കച്ചവടത്തിൽ വലിയ നഷ്ടം സംഭവിച്ചു, അല്ലെങ്കിൽ അപകടം പറ്റി, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചു, അവനെ സംബന്ധിച്ചിടത്തോളം സബറാണ്. അവന് എപ്പോഴും ഏത് കാര്യവും അവന് ഖൈറായി തീരുന്ന അവസ്ഥയാണ്. അതൊരു മുഅ്മിന് മാത്രമേ ഉണ്ടാവുള്ളൂ. അള്ളാഹുവിലും പരലോകത്തിൽ വിശ്വസിക്കാത്ത ഒരാൾക്കും അവന്റെ ഖൽബിൽ ഈ ഒരു അവസ്ഥ ഉണ്ടാവില്ല. എന്നിട്ട് പറഞ്ഞു, ഇൻ അസ്വാബത്ഹു സറാഉ ശകറ, അവന് സന്തോഷമുണ്ടാക്കുന്ന നല്ലതായി തോന്നുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ ലഭിച്ചാൽ അവൻ നന്ദി കാണിക്കും. ഫകാന ഖൈറൻ ലഹു, അതവന് നന്മയാണ്. വൈൻ അസ്വാബത്ഹു ദറ, ദോഷമുള്ള കാര്യങ്ങളാണ് അവന് ബാധിക്കുന്നത് എങ്കിൽ സ്വബറ, അവൻ ക്ഷമിക്കും. ഫകാന ഖൈറൻ ലഹു, അതും അവന് നന്മയായിരിക്കും. ഇതൊരു മുഅ്മിനല്ലാതെ ലഭിക്കില്ല എന്ന് ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, ഏറ്റവും മുസീബത്ത് ബാധിക്കുന്ന ഒരവസ്ഥ, പുറത്തുനിന്ന് നോക്കുന്ന ആൾക്ക് ഏറ്റവും വലിയ മുസീബത്താണ് അവനെ ബാധിച്ചിട്ടുള്ളത് എന്ന് തോന്നുന്ന സമയത്താണെങ്കിൽ പോലും അവൻ ഏറ്റവും സമാധാനമേകുന്നത് അവന്റെ റബ്ബിൽ പ്രതീക്ഷിക്കാനുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഉഹദ് യുദ്ധ സമയത്ത് മുസ്ലിമീങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ വന്നു, ഒരുപാട് ആളുകൾ മരണപ്പെട്ടു, ഒരുപാട് ബുദ്ധിമുട്ടുകൾ, നഷ്ടങ്ങൾ ഒക്കെ സംഭവിച്ചു. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു വാക്ക് വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസായിലെ 104-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ഇമാം സഅദി അത് കൊടുക്കുന്നുണ്ട്. എന്താണ് ഒരു മുഅ്മിന്റെ അവസ്ഥ അവൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ബാധിക്കുമ്പോൾ? അവിടെ പറയാണ്, ഇൻ തകൂനു തഅലമൂൻ ഫഇന്നഹും യഅലമൂന കമാ തഅലമൂൻ, നിങ്ങൾക്കിപ്പോൾ വേദന അനുഭവിക്കുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഉണ്ടായിട്ടുള്ളത് എങ്കിൽ ആ മുശ്രിക്കീങ്ങൾക്ക് അതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ബദർ യുദ്ധത്തിലുമെല്ലാം അവർക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അവരെ പോലെ ഒന്നേ നിങ്ങൾക്കിപ്പോ ബാധിച്ചിട്ടുള്ളൂ. പക്ഷെ നിങ്ങളും അവരും തമ്മിൽ വ്യത്യാസം എന്താ? അവർക്ക് അള്ളാഹുവിൽ പ്രതീക്ഷിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് അള്ളാഹുവിൽ പ്രതീക്ഷിക്കാൻ സാധിക്കും. അതായത് ഒരു മുസീബത്ത് ഒരു മുഅ്മിനെ ബാധിച്ചാലും ഒരു കാഫിറിനെ ബാധിച്ചാലും അവൻ അള്ളാഹുവിലൊന്നും പ്രതീക്ഷിക്കാനില്ല, പരലോകത്തൊന്നും കിട്ടുമെന്ന് വിചാരിക്കാനില്ല, അവൻ ഈ നഷ്ടത്തിന് അള്ളാഹു തആല പ്രതിഫലം നൽകും ഒന്നും പ്രതീക്ഷിക്കാനില്ല. എന്നാൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം മുഅ്മിനാണ് അത് ബാധിക്കുന്നത് എങ്കിൽ അവർക്ക് പ്രതീക്ഷിക്കാനില്ലാത്തത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനുണ്ട് എന്ന് അല്ലാഹു തആല പറയാണ്. അപ്പോ ഈമാനും അമലു സാലിഹാത്തും ഉണ്ടോ അവന്റെ ജീവിതം ഏറ്റവും വിശിഷ്ടമായിരിക്കും. ഇതാണ് ഒന്നാമത്തെ കാരണമായി ഇമാം സഅദി പറയുന്നത്. രണ്ടാമത്തേത് ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, അൽ ഇഹ്സാനു ഇലൽ ഖൽഖി ബിൽ ഖൗലി വൽ ഫിഅൽ, തന്റെ ചുറ്റുമുള്ള സൃഷ്ടികൾക്ക്, ചുറ്റുമുള്ള മനുഷ്യർക്ക്, അത് കുടുംബത്തിനും ബാക്കിയുള്ള ആരൊക്കെയുണ്ടോ അവർക്കെല്ലാം ഇഹ്സാൻ ചെയ്യുക, നന്മ ചെയ്യുക. വാക്കുകൊണ്ടാവട്ടെ പ്രവർത്തനങ്ങൾ കൊണ്ടാവട്ടെ. ചിലപ്പോൾ സമാധാനിപ്പിക്കുന്ന ഒരു വാക്ക് മതിയാകും, അല്ലെങ്കിൽ നല്ലൊരു ഉപദേശം മതിയാകും, അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കുന്നതുകൊണ്ടാകും, അല്ലെങ്കിൽ സമ്പത്ത് നൽകിക്കൊണ്ടായിരിക്കും. ഏതെങ്കിലും തരത്തിൽ തന്റെ ചുറ്റുമുള്ള മുഅ്മിനീങ്ങൾക്ക്, സൃഷ്ടികൾക്ക് ഇഹ്സാൻ ചെയ്യുക എന്നുള്ളത് ഒരാൾക്ക് അനുഭവിക്കുന്ന മാനസികമായ സംഘർഷങ്ങളും ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും എല്ലാം ഒഴിവാകാനുള്ള കാരണമാണ് എന്ന് ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയും. മറ്റുള്ളവർക്ക് നന്മ ചെയ്യൽ നമ്മുടെ ഭാഗത്തുള്ള നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അല്ലാഹു തആല ഒഴിവാക്കി തരും. ധാരാളം ഹദീസുകൾ ഇത് അറിയിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലാഹു തആല മുഹ്സിനാണ്. അള്ളാഹുവിന്റെ ഏതൊരു നാമവും ഏതൊരു വിശേഷണവും സൃഷ്ടികളിൽ യോജിച്ച രീതിയിൽ കാണുക എന്നുള്ളത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അതായത് അള്ളാഹു അടിമകൾക്ക് ഇഹ്സാൻ ചെയ്യുന്നവനാണ്. അതുകൊണ്ട് നമ്മൾ വേറൊരാൾക്ക് ഇഹ്സാൻ ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്ന ആളാണ് എങ്കിൽ അള്ളാഹു തആല നമ്മോട് അതുപോലെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ ബുദ്ധിമുട്ടുകൾക്കുമെല്ലാം അതൊരു പരിഹാരമായി തീരും. അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്ന ഒരു ആയത്ത് സൂറത്തുൻ നിസായിലെ 114-ാമത്തെ ആയത്ത് ഇമാം സഅദി ഈ ഒരു വസീല കൊടുത്തിട്ട് പറയുന്നുണ്ട്, ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസ്സദഖത്തിൻ. കുഫാറുകളാവട്ടെ മുനാഫിഖുകളാവട്ടെ അവരുടെ നജ്വയെ പറ്റി പറയാണ്,
രഹസ്യമായിട്ടുള്ള കൂടിയാലോചനകൾ, ചർച്ചകളെ പറ്റി പറയാം, അവരുടെ മീറ്റിങ്ങുകളെ പറ്റി പറയാണ്. അവരുടെ അധിക ഈ രഹസ്യ ചർച്ചകളിലും കൂടിയാലോചനകളിലും ഒരു നന്മയുമില്ല. എന്നിട്ട് ചില കാര്യങ്ങൾ ഒഴിവാക്കി പറയണം അല്ലാഹു തആല, ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ, ആരെങ്കിലും മറ്റൊരാളോട് നന്മ ചെയ്യാൻ വേണ്ടി, അത് സ്വതക്ക നൽകാൻ വേണ്ടി, ദാനധർമ്മം ചെയ്യാൻ വേണ്ടി ആരെങ്കിലും കൽപ്പിക്കുകയാണ് ആ ചർച്ചയിൽ, ഔ മഅറൂഫിൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നന്മക്ക് വേണ്ടി പരസ്പരന്മാർ ചർച്ചയിൽ പറയുകയാണ്, ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കാൻ വേണ്ടി ചർച്ച ചെയ്യുകയാണ്. അതായത് കുഫാറുകളും മുനാഫിക്കുകളും ആയിട്ടുള്ള ആളുകളെ ചർച്ച ചെയ്യുന്നത്. പക്ഷെ ആ ചർച്ചയിൽ അധികവും ഷർറാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയാണ്, എന്നാ ഒരാളെ സഹായിക്കാൻ വേണ്ടി, ദാനധർമ്മം ചെയ്യാൻ വേണ്ടി അവർ ചർച്ച ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ചർച്ച ചെയ്യാണ്, അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകൾക്കിടയിൽ രണ്ടാളുകൾ പ്രശ്നമുണ്ട് അതൊന്ന് സോൾവ് ചെയ്ത് കൊടുക്കാമെന്ന നിലയ്ക്ക് ചർച്ച ചെയ്യാണ്. ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. അതിനുവേണ്ടി ചർച്ച ചെയ്യുന്നത് ഒഴികെ ബാക്കിയുള്ളതൊക്കെ ഷർറാണ്. എന്നിട്ട് അള്ളാഹു പറയുന്ന കാര്യമുണ്ട്, ആരാണോ ഈ പറഞ്ഞ നല്ല കാര്യങ്ങൾക്കുള്ള ചർച്ചകൾ, ഒരാളെ സഹായിക്കാനോ രണ്ടാൾ തമ്മിലുള്ള പ്രശ്നം സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം ചെയ്യാനോ നല്ലതായിട്ടുള്ള കാര്യങ്ങൾക്ക് അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് ആരാണോ അത് ചെയ്യുന്നത്, ഫസൗഫ നുഅ്തീഹി അജ്റൻ അദീമ, അവർക്ക് മഹത്തായ പ്രതിഫലം അള്ളാഹു നൽകുന്നതാണ്. അപ്പോ ഇതുപോലെയുള്ള ചർച്ചകൾ അവർ ചെയ്തിട്ട് പോലും അത് നല്ല കാര്യമാണെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. കുഫാറുകൾ മുനാഫികൾ ചെയ്തിട്ട് പോലും നല്ല കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചിട്ടാണെങ്കിലോ അവർക്ക് മഹത്തായ പ്രതിഫലവും ഉണ്ടാകും. അപ്പോ മറ്റുള്ള സൃഷ്ടികൾക്ക്, നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക്, ചിലപ്പോ ദരിദ്രരായിട്ടുള്ള ആൾക്ക് ഭക്ഷണമോ സാമ്പത്തിക സഹായമോ ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമുള്ള ആളുകൾക്ക് നല്ലൊരു വാക്ക് പറഞ്ഞു കൊടുക്കലാകാം, അല്ലെങ്കിൽ രണ്ടാളുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അത് സോൾവ് ചെയ്യാൻ വേണ്ടി ഇടപെടുന്നതാകാം. അങ്ങനെ എന്തോ ആകട്ടെ, ആളുകളുടെ ഇടയിൽ ആളുകൾക്ക് നന്മയാകുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഞെരുക്കങ്ങൾ, പ്രശ്നങ്ങൾ, മാനസിക സമ്മർദ്ദങ്ങൾ എല്ലാം ഒഴിവായി നല്ലൊരു ജീവിതം കിട്ടാൻ കാരണമാകുന്നതാണ്. മറ്റൊന്ന് ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയുന്നത്, അൽ ഇസ്തിഗാലു ബിഅമലിൻ ഔ ഇൽമിൻ നാഫിഅ്, ഉപകാരപ്രദമായിട്ടുള്ള പ്രവർത്തനങ്ങളിലോ അറിവിലോ മുഴുകുക എന്നുള്ളത്. അതിനോട് ചേർന്ന് തന്നെ അടുത്തൊരു കാര്യം പറയുന്നുണ്ട്, ഇശ്ഗാലുൽ ഫിക്രി ബിഅമലിൽ യൗം, അന്നന്നത്തെ കാര്യങ്ങളെ കുറിച്ച് ചിന്ത മുഴുകുക എന്നുള്ളത്. ഇവിടെ ആദ്യം പറഞ്ഞ കാര്യം ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ മുഴുകുക. അത് ദീനിയാവട്ടെ ദുനിയവിയാവട്ടെ നമുക്ക് ഉപകാരം ഉണ്ടാകുന്ന കാര്യങ്ങളിൽ മുഴുകുക. പ്രവർത്തനമാവട്ടെ ഇൽമാവട്ടെ നമുക്ക് ഉപകാരം ലഭിക്കുന്ന നന്മയായിട്ടുള്ള കാര്യങ്ങളിൽ മുഴുകുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇമാം സഅദി ഈ ഹദീസ് കൊടുക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഹ്രിസ് അലാ മാ യൻഫഉക്, നിനക്ക് ഉപകാരമുള്ള കാര്യത്തിന് നീ പരിശ്രമിക്കുക, അതിനോട് താല്പര്യം കാണിക്കുക. അതാ എന്താണോ നാളെ പരലോകത്തേക്കും ദുനിയവിയായിട്ടും നാളെ പരലോകത്തേക്കും ദീനിനും കുടുംബത്തിനും എനിക്കുമെല്ലാം ഉപകാരമുണ്ടാകുന്ന കാര്യം എന്താണോ അതിന് മുഴുകുക, അതിന് സമയം ചെലവഴിക്കുക. ഒരാവശ്യവുമില്ലാത്ത അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ സമയം ചെലവഴിക്കാതിരിക്കുക. പ്രവർത്തനങ്ങൾ മുഴുകാതിരിക്കുക. അങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, അറിയേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല. ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്റെ സമയം നീ ചെലവഴിക്കുക. വസ്തഇൻ ബില്ലാഹ്, നീ അള്ളാഹുവിനോട് സഹായം ചോദിക്കുകയും ചെയ്യുക. നീ ഹലാലായിട്ടുള്ള ഒരു കച്ചവടം നിനക്ക് ചെയ്യാം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീ ചെയ്യുക, അള്ളാഹുവിനോട് സഹായം തേടുക. നീ നല്ല ദീനിയായിട്ടുള്ള ഇൽമു പഠിക്കാൻ ഇറങ്ങുകയാണ്, അതിനുള്ള കാര്യങ്ങൾ നീ ചെയ്യുക, അള്ളാഹുവിനോട് സഹായം തേടുക. അതുപോലെ ഏതൊരു കാര്യമാവട്ടെ നിനക്കോ നിന്റെ കുടുംബത്തിനോ നിന്റെ ദീനിനോ ദുനിയാവിനോ അവർക്ക് ഉപകാരം കിട്ടുന്ന കാര്യങ്ങളിൽ നീ മുഴുകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വസ്തഈൻ ബില്ലാഹ് വലാ തഅജിസ്, നീ ദുർബലാകണം, എന്നെ കൊണ്ടൊന്നും കഴിയില്ല, ഇതിനെ കൊണ്ട് കഴിയുന്ന കാര്യമില്ല, അങ്ങനെ ആവരുത്. നീ അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് നീ പരിശ്രമിക്കുക എന്നുള്ളത്. അപ്പൊ അത് ഇമാം സഅദി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇങ്ങനെ കാര്യങ്ങളിൽ ഉപകാരപ്രദമായ കാര്യങ്ങൾ മുഴുകുക എന്നുള്ളത് അനാവശ്യമായ ചിന്തകളിൽ നിന്നും അനാവശ്യമായ ടെൻഷനുകളിൽ നിന്നും അതുപോലുള്ള കാര്യങ്ങളിൽ നിന്നും ചിന്തയെയും മനസ്സിനെയും ഒഴിവാക്കും. അത് നമുക്ക് സമാധാനം ഉണ്ടാക്കും. അതായത് നമ്മളൊന്ന് വിചാരിക്കുന്ന പോലെയല്ല, ഈ ദീനിയായിട്ട് അള്ളാഹുവിനെ അറിയാത്ത, ഈമാനില്ലാത്ത, പരലോക വിശ്വാസമില്ലാത്ത ധാരാളം ആളുകൾ, അവർക്ക് വലിയ കൊട്ടാരങ്ങളുണ്ട്, വലിയ വാഹനങ്ങളുണ്ട്, സാമ്പത്തിക ശേഷിയുണ്ട്. പക്ഷെ ഒന്ന് കടന്നുറങ്ങണമെങ്കിൽ ഏതെങ്കിലും ഒരു മാനസിക വൈദ്യൻ, ഡോക്ടർ എഴുതി കൊടുക്കുന്ന മരുന്ന് കഴിക്കണം. അതല്ലാതെ അവർക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല. അങ്ങനെ അനുഭവിക്കുന്ന എത്ര ആളുകൾ നമുക്ക് നേരിട്ട് പരിചയമുള്ള ആളുകളുണ്ട്. വലിയ നമ്മുടെ ഭാഷയിലൊക്കെ കോടീശ്വരൻ എന്നെല്ലാം പറയുന്ന അത്രയും അധികം സ്വത്തുക്കളുള്ള ആളുകൾ ഒന്ന് കിടന്നുറങ്ങാൻ പോലും സാധിക്കാത്ത ഇതുപോലെയുള്ള ഡോക്ടർമാരുടെ മരുന്നും മറ്റും കഴിച്ചിട്ട് അവർക്ക് അവരുടെ ജീവിതം എങ്ങനെയാണ് ഹയാത്ത് ത്വയ്യിബാവുക?
എങ്ങനെയാണ് സന്തുഷ്ടമുള്ള ഒരു ജീവിതമായിട്ട് തീരുക? ഒരിക്കലുമില്ല. അവർ മനസ്സിൽ അനുഭവിക്കുന്ന വേദന, വിഷമമെങ്ങാനും പുറത്തൊരാൾ അറിഞ്ഞിരുന്നെങ്കിൽ അയാളുടെ ഭൗതികമായ സുഖസൗകര്യങ്ങളെല്ലാം വേണ്ട എന്ന് വെച്ചിരുന്നു. അതുകൊണ്ടാണ് മുൻഗാമികൾ സലഫുകൾ പറഞ്ഞത്, ഒരു മുഅ്മിൻ അവന്റെ കൽബിൽ അനുഭവിക്കുന്ന ആനന്ദവും ആശ്വാസവും എങ്ങാനും അറിഞ്ഞിരുന്നുവെങ്കിൽ രാജാക്കന്മാരും രാജപുത്രന്മാരും എല്ലാം വാളെടുത്ത് യുദ്ധം ചെയ്യുമായിരുന്നു. അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട്, അത് നേടിയെടുക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുമായിരുന്നു. കാരണം അതൊരു മുഅ്മിന് മാത്രമേ ലഭിക്കുകയുള്ളൂ. അതിനുള്ള ഒരു കാരണമാണ് ഉപകാരപ്രദമായ കാര്യങ്ങൾ മുഴുകുക എന്നുള്ളത്. നാലാമത്തെ ഒരു കാര്യം ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയുന്നത് ഇശ്ഗാലുൽ ഫിക്രി ബിഅമലിൽ യൗം, അന്നന്നത്തെ ജോലികളിൽ ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതാണ്. അതായത് അധിക ആളുകളുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ആലോചിച്ച് ദുഃഖിക്കുകയും വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ഭയപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ അങ്ങനെ ചെയ്തു പോയല്ലോ, എനിക്ക് അങ്ങനെ സംഭവിച്ചു പോയല്ലോ, ഞാനത് ചെയ്തില്ലല്ലോ, അതിനെക്കുറിച്ചുള്ള ദുഃഖം. ഇനി നാളെ എനിക്ക് എന്താകും, നാളെ എന്റെ കാര്യം എന്താവും, എന്റെ മറ്റുള്ള കാര്യങ്ങൾ എന്താവും, അതിനെക്കുറിച്ചുള്ള പേടി. ഇതിന്റെ ഇടയിൽ മാത്രം ചിന്തയിലായി ജീവിക്കുന്ന ധാരാളം ആളുകളെ കാണാം. പക്ഷേ ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയുന്നത് അന്നന്നത്തെ കാര്യങ്ങൾ എന്താണോ അതിനെക്കുറിച്ച് ആലോചിക്കുക. ഇന്ന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക അത് ചെയ്യുക. ഇന്നൊരു നന്മ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക. ഇന്നൊരു നല്ല കാര്യത്തിലേക്ക് മുന്നിടാൻ പറ്റുമോ അത് ചെയ്യുക. അങ്ങനെ ചെയ്താൽ എന്താ ഗുണം എന്താ? അങ്ങനെ ചെയ്താൽ എന്താ ഗുണം എന്താ? ഇന്ന് നമ്മൾ നല്ലത് ചെയ്തിട്ടുണ്ട് എങ്കിൽ നാളെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇന്നലെയിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നല്ലൊരു കാര്യം ചെയ്ത സമാധാനം ഉണ്ടാകും. ഇന്ന് ചെയ്തതിന്റെ അനന്തരഫലം തീർച്ചയായിട്ടും നാളെ നമുക്ക് ലഭിക്കുകയും ചെയ്യും. ജീവിതത്തിൽ ഏറ്റവും സമാധാനം ലഭിക്കുന്ന ഒരവസ്ഥയുണ്ടാകും. അതാണ് ഇപ്പോൾ ഇബ്നുൽ വഖ്ത്, ഇപ്പോഴുള്ള സമയം എന്താണോ, ഇന്ന് നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുക അതിനെക്കുറിച്ച് ആലോചിക്കുക. ഇന്നലെയെക്കുറിച്ചുള്ള ഭയമോ നാളെയെക്കുറിച്ച് പേടിയോ ഒഴിവാക്കുക എന്നുള്ളത്. അഞ്ചാമത്തെ ഒരു കാര്യം ഇമാം സഅദി റഹിമഹുല്ലാഹ് പറഞ്ഞത് അൽ ഇക്താറു മിൻ ദിക്രില്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ദിക്ർ, അല്ലാഹുവിന്റെ ദിക്ർ വർദ്ധിപ്പിക്കുക, അല്ലാഹുവിനെ ധാരാളം ഓർക്കുക. എന്താണ് അള്ളാഹുവിന്റെ ദിക്ർ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ഉദ്ദേശം? അല്ലെങ്കിൽ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം? അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട ആശയം അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ ഫവായിദിൽ പറയുന്നത് കാണാം, ദിക്ർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിട്ടുള്ള അറിവാണ്. ആ അറിവിൽ എന്തൊക്കെ ഉൾക്കൊണ്ടോ അതെല്ലാം. ശുക്ർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പോ ദിക്ർ എന്നുള്ളതിൽ പ്രധാനമായിട്ടുള്ള ഭാഗം അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ്. അതെല്ലാം നിലക്കുണ്ടാകാം. അത് വാക്കുകൊണ്ടും കൽബ് കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടാവും. പക്ഷെ അതിന്റെ അടിസ്ഥാനം അള്ളാഹുവിനെ അറിയുക എന്നുള്ളതാണ്. അപ്പൊ ദിക്ർ ധാരാളം വർദ്ധിപ്പിക്കുക, അത് കൽബിന് ലഭിക്കുന്ന, അതിലൂടെ കൽബിന് ലഭിക്കുന്ന സമാധാനം സഹോദരങ്ങളെ മറ്റൊന്നുകൊണ്ട് ലഭിക്കില്ല. ഇപ്പൊ എന്തെങ്കിലും നമ്മൾ കൽബിൽ വളരെയധികം ഞെരുക്ക് അനുഭവിക്കുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ, ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ തന്നെ എന്തെങ്കിലും ഇതുപോലെയുള്ള വിഷയങ്ങൾ ഉണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലിയിരുന്ന അദ്കാറുകളുണ്ട്. സാദുൽ മആദ് എന്നുള്ള കിതാബിൽ ഇബ്നുൽ ഖയ്യിം അതൊരു ബാബായിക്കൊണ്ട് തന്നെ ആ അദ്കാറുകൾ മാത്രം കൊടുത്തിട്ടുണ്ട് ധാരാളം. അല്ലാഹു മിന്നി അബ്ദുക ഇബ്നു അബ്ദിക ഇബ്നു അമതിക തുടങ്ങുന്ന ദുആ. ആ ദുആയിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇത് കേൾക്കുന്നവർ പഠിക്കട്ടെ. ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ, ഒരുത്തൻ ഒരു ഞെരുക്കം അനുഭവിക്കുന്ന സമയത്ത് ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ അതിന് പകരം അല്ലാഹു തആല അവനോട് ഒരു തുറവി വെച്ചു കൊടുക്കും. അതുപോലെ തന്നെ ധാരാളം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുള്ള ദിക്ർ വർദ്ധിപ്പിക്കുക. പിന്നെ അല്ലാഹു റബ്ബി അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ഷൈഅ, അങ്ങനെയുള്ള വാക്കുകൾ വേറെയും ധാരാളം ദുആകൾ ഈ ഒരു ബാബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ദിക്റുകൾ വർദ്ധിപ്പിക്കുക, അതുപോലെ ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുക. ഏറ്റവും വലിയ ദിക്ർ ഖുർആൻ പാരായണമാണ്. നബി അദ്ദേഹത്തിന്റെ അദ്കാറിൽ അത് ഉദ്ധരിക്കുന്നുണ്ട് ഇജ്മാ ആയിക്കൊണ്ട്. ഏറ്റവും വലിയ ദിക്ർ ഖുർആൻ പാരായണമാണ്. അപ്പൊ അതെല്ലാം ജീവിതത്തിലുണ്ട് എങ്കിൽ അതിലൂടെ ലഭിക്കുന്ന സമാധാനം അത് വളരെ വലുതാണ്. നോക്കൂ, അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഈമാനുള്ള ആളുകൾ, ആ ഈമാനുള്ള ആളുകൾ അവരുടെ കൽബുകൾ സമാധാനമടയുന്നത് അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ടാണ്. അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ടേ കൽബിന് സമാധാനം കിട്ടുകയുള്ളൂ. അപ്പോ ഈ ദിവസവും ഖുർആൻ പാരായണമില്ലാത്ത, മുസ്ഹഫിൽ നോക്കി പാരായണം ചെയ്യുക പ്രത്യേകം ശ്രേഷ്ഠമാണ്. അതില്ലാത്ത, അല്ലെങ്കിൽ അദ്കാറുകൾ രാവിലെയും വൈകുന്നേരവും ഉള്ള അദ്കാറുകളില്ലാത്ത, രാത്രി ഉറങ്ങുമ്പോഴുള്ള അദ്കാറുകളില്ലാത്ത ഒരു ദിവസം ഉണ്ടാവരുത്. ചില സലഫുകൾ പറഞ്ഞത് കാണാം, ഒരാൾ രാവിലെയും വൈകുന്നേരവും രാത്രിയിൽ കിടന്നുറങ്ങുന്നതിനുമുള്ള മുമ്പുള്ള അദ്കാറുകൾ ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ ദാക്കിരീങ്ങളിൽ ഉൾപ്പെട്ടു, ധാരാളം അള്ളാഹുവിനെ സ്മരിക്കുന്നവരിൽ ഉൾപ്പെട്ടു എന്നുള്ളത്. അപ്പോ കൽബിന് സമാധാനം ഉണ്ടാകാൻ, വിശിഷ്ടമായൊരു ജീവിതം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാര്യം അതാണ്.
ആറാമത്തെ ഒരു കാര്യം ഇമാം സഅദി റഹിമഹുല്ലാ ഈ കിതാബിൽ കൊടുക്കുന്നത് തഅദാദു നിഅമില്ലാഹി തആല ളാഹിറ വൽ ബാത്തിന. ളാഹിറായിട്ടും ബാത്തിനായിട്ടുമുള്ള അള്ളാഹുവിന്റെ നിഅമത്തുകളെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക, അതിനൊരു പരിഗണന കൊടുക്കുക, അല്ലെങ്കിൽ അതിനെ കൃത്യമായി ചിന്തിച്ച് അതൊന്ന് ആലോചിച്ച് നോക്കുക എന്നുള്ളത്. ളാഹിറായിട്ടുള്ള അനുഗ്രഹം പറഞ്ഞാൽ ഭൗതികമായിട്ടുള്ള നിഅമത്തുകൾ, നമ്മുടെ ആരോഗ്യം, നമ്മുടെ കുടുംബം, സന്താനങ്ങൾ, സമ്പത്ത്, ജോലി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. ബാത്തിനായ നിഅമത്തുകൾ എന്നുള്ളതിനെ പറ്റി ഉലമാക്കൾ പറഞ്ഞു, അത് ഈമാനികപരമായിട്ടുള്ള ഈമാൻ, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ്, അള്ളാഹുവിനെ അനുസരിക്കാനുള്ള തൗഫീഖ്, ഇപ്പോ നിസ്കരിക്കാനുള്ള തൗഫീഖ്, ഖുർആൻ പാരായണം ചെയ്യാനുള്ള തൗഫീഖ്, ദിക്ർ ചെയ്യാനുള്ള തൗഫീഖ്, അങ്ങനെ ലഭിക്കുന്ന കാര്യങ്ങൾ ബാത്തിന. കാരണം അതിന്റെ ആസ്വാദനം കൽബിലാണുള്ളത്, അതിന്റെ ആസ്വാദനം പ്രധാനമായും കൽബിലാണുള്ളത്. അപ്പൊ ഇതുപോലെയുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് ആലോചിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, അതായത് ഭൗതികമായ നിലക്ക് നമുക്ക് സാമ്പത്തികമായിട്ട് കുറവ്, അല്ലെങ്കിൽ നമുക്കൊരു രോഗം, എന്തുണ്ടെങ്കിലും അതിനേക്കാൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വേറൊരാൾ ഈ ലോകത്തുണ്ടാവും. അതിനേക്കാൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വേറൊരാൾ ഈ ലോകത്തുണ്ടാവും. നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ നമ്മൾ ഒരിക്കലും വില കുറച്ച് കാണരുത്. നമ്മൾ ആലോചിച്ച് നോക്കണം. ഞാൻ ചില ആശുപത്രികളിൽ കാണാം, രോഗികളെ കാണാൻ സാധിക്കും. നമുക്ക് ഒന്ന് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ മൂത്രം ഒഴിക്കുന്നതിനൊരു പ്രശ്നമില്ല, നമ്മൾ മൂത്രം ഒഴിക്കുന്നതിനൊരു വിലയും കൊടുക്കാറില്ല ചിലപ്പോ. പക്ഷേ മൂത്രം ഒഴിക്കുമല്ലോ എന്ന് പേടിച്ചിട്ട് ഒരു ദിവസത്തിൽ ഇത്ര വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കുന്ന എത്രയോ ഡയാലിസിസ് രോഗികളുണ്ട്. ഇത്ര വെള്ളം കുടിക്കാൻ പാടുള്ളൂ, അതിൽ കൂടുതൽ കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമാണ്, നിങ്ങൾക്ക് മൂത്രം ഒഴിക്കാൻ പറ്റൂല, അവിടെ ചെയ്യരുത് എന്നുള്ളത് അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ഒന്ന് ഉറങ്ങാൻ സാധിക്കാത്ത, ഒരു കോഴിക്കോട് മെഡിക്കൽ കോളേജ് കണ്ടിട്ട് ഉറങ്ങാൻ സാധിക്കാത്ത രോഗം ബാധിച്ച ഒരാൾ, ഉറങ്ങാൻ കഴിയില്ല. വേറെ അങ്ങനെ പല പല രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് ആരോഗ്യമുണ്ടാകുന്നതും നമുക്ക് രോഗം വരാതിരിക്കുന്നതും നമ്മുടെ കഴിവുകൊണ്ടാണോ? അല്ല. നമ്മുടെ എന്തെങ്കിലും പ്രത്യേകത കൊണ്ടാണോ? അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേലെ അത് വിധിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമുക്കുള്ള ആഫിയത്ത്, ഈമാനിന് ശേഷം യഖീനിന് ശേഷമുള്ള ഏറ്റവും വലിയ നിഅമത്തായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആഫിയത്ത്, അതിന് നന്ദി കാണിക്കണം. നമുക്ക് ഭക്ഷണം ലഭിക്കുന്നു, നമുക്ക് നല്ല രീതിയിൽ ഉറങ്ങാൻ സാധിക്കുന്നു, താമസിക്കാൻ ഒരു താമസ സൗകര്യം, ഭക്ഷണം, ഇതെല്ലാം ലഭിക്കുന്നുണ്ട്. ഇതെല്ലാം ളാഹിറായിട്ടുള്ള നിഅമത്തുകളാണ്. അതിനെക്കുറിച്ച് ആലോചിക്കുക. ബാത്തിനായ നിഅമത്തുകളോ സുബ്ഹാനല്ലാഹ്, എത്രയോ ആളുകൾ ശിർക്കിലും കുഫറിലും ബിദ്അത്തിലുമായിട്ട് മുഴുകിക്കൊണ്ടിരിക്കുമ്പോ തൗഹീദ് മനസ്സിലാക്കാൻ, അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാൻ, ആ ആരാധന എങ്ങനെ നിർവഹിക്കണം, അത് സുന്നത്തനുസരിച്ചായിരിക്കണം എന്ന് മനസ്സിലാക്കാൻ, ആ ദീന് മനസ്സിലാക്കേണ്ടത് സഹാബികൾ മനസ്സിലാക്കിയതുപോലെയാണ്, മുൻഗാമികൾ സലഫുസ് സാലിഹീങ്ങൾ മനസ്സിലാക്കിയതുപോലെയാണ്, അല്ലാത്തത് പിഴച്ച രീതിയാണെന്ന് മനസ്സിലാക്കാൻ, അങ്ങനെ അള്ളാഹുവിനെ ആരാധിക്കാൻ, പഠിക്കാൻ, കേൾക്കാൻ, മനസ്സിലാക്കാനുള്ള തൗഫീഖ് എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. അത് ചെറിയൊരു കാര്യമല്ല, ആ ഹിദായത്ത് തൗഫീഖ് എന്നുള്ളത്. അപ്പോ നിഅമത്തുകളെ കുറിച്ച് ആലോചിക്കുക എന്നുള്ളത് നമുക്ക് എന്ത് മുസീബത്ത് ബാധിച്ചാലും അതൊന്നും കുഴപ്പമില്ല. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് എത്രയോ നിഅമത്തുകൾ പുറത്തുണ്ട് എന്നുള്ളത് നമുക്ക് സമാധാനം കണ്ടെത്താൻ സാധിക്കും. മറ്റൊരു കാര്യം ഇമാം സഅദി റഹിമഹുല്ലാ കൊടുക്കുന്നത്, ഏഴാമത്തേത് അന്നദുർ ഇലാ മൻ ഹുവ അസ്ഫല മിൻക്, നമ്മേക്കാൾ താഴെയുള്ള ആളുകളേക്ക് നോക്കുക എന്നുള്ളത്. ഇത് നേരത്തതിന്റെ തുടർച്ചയായിട്ട് തന്നെയുള്ള കാര്യമാണ്. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം കുറവ് വരുന്നുണ്ട് എങ്കിൽ നമ്മേക്കാൾ അത് കുറവുള്ള ആളുകളിലേക്ക് നോക്കുക, അത് വലിയൊരു സമാധാനിക്കുന്ന കാര്യമാണ്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉൻദുറു ഇലാ മൻ അസ്ഫല മിൻകും, നിങ്ങൾ നിങ്ങളിലേക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാറില്ല എന്ന് വിചാരിക്കുക, അതാണ് നിങ്ങളുടെ പ്രശ്നം. ഒരു വാഹനമില്ല എന്നാണെങ്കിൽ കാല് പോലും ഇല്ലാത്ത ആളുകൾ ഉണ്ടാവും, ചിലപ്പോ നടക്കാൻ കാല് പോലും ഇല്ലാത്ത ആളുകൾ ചിലപ്പോൾ ഉണ്ടാകും. അല്ലെങ്കിൽ മുന്തിയ ഭക്ഷണം നമുക്കില്ല എങ്കിൽ ഒരു നേരത്തെ വിശപ്പ് അകറ്റാൻ വേണ്ടി മറ്റുള്ളവർ തിന്നതിന്റെ വേസ്റ്റ് തിന്നാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും ചിലപ്പോ. അങ്ങനെ പല രീതിയിലുണ്ടാകും. അപ്പോ ദുനിയവിയായിട്ടുള്ള കാര്യങ്ങൾ ഉൻദുറു ഇലാ മൻ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും, നിങ്ങളിലേക്കാൾ മുന്തിയ സുഖസൗകര്യത്തിലും മുന്തിയ രീതിയിലും ജീവിക്കുന്ന ആളുകളിലേക്കല്ല നിങ്ങൾ നോക്കേണ്ടത്. എന്നിട്ട് പറഞ്ഞു, ഫഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തുല്ലാഹി അലൈക്കും, അള്ളാഹു നിങ്ങളുടെ മേലെ ചൊരിഞ്ഞിട്ടുള്ള നിഅമത്തുകളെ വില കുറച്ച് കാണാതിരിക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗം അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പോ ആ ചിന്ത എന്നുള്ളത് ഒരാളുടെ ജീവിതം ഏറ്റവും വിശിഷ്ടമാക്കുന്നതും ഏറ്റവും സമാധാനമേകുന്നതുമായിട്ടുള്ള കാര്യമാണ്. അടുത്തൊരു കാര്യം ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയുന്നത്, ദുആഉല്ലാഹ് തആല, അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നുള്ളത്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളത്.
പല ദർശകളിൽ നമ്മൾ ഓർമ്മിപ്പിച്ചതാണ് ആ ദുആഇന്റെ ശക്തി എത്രത്തോളമാണ്. കാരണം അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ നമുക്കൊരു നന്മ കൊണ്ടുവരാനും ഒരു ദോഷം തടയാനും സാധിക്കുകയുള്ളൂ. എപ്പോഴെങ്കിലും ജീവിതത്തിൽ എനിക്കുണ്ടായ ഖൈറുകൾ, നന്മകൾ എന്റെ കഴിവ് കൊണ്ടാണ് എന്ന് എപ്പോഴെങ്കിലും തോന്നിപ്പോയിട്ടുണ്ടെങ്കിൽ അത് വലിയ അപകടമാണ്, വലിയ അപകടമാണ്. നമ്മുടേതായ കഴിവ് കൊണ്ട് നമുക്കൊന്നും നേടാനില്ല, ഒന്നും ലഭിക്കാനില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഔദാര്യം മാത്രമാണ്. അതുകൊണ്ട് ദീനാവട്ടെ, ദുനിയാവട്ടെ, പരലോകമാവട്ടെ എല്ലാം നന്നാക്കാൻ അള്ളാഹുവിനോട് തേടിക്കൊണ്ടേയിരിക്കണം. ഇമാം സഅദി ചില ദുആകൾ ഇതിൽ കൊടുക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് ഒരു ദുആ മാത്രം നമ്മൾ പറയാൻ, വളരെ പ്രധാനപ്പെട്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി അല്ലദീ ഹുവ ഇസ്മതു അംരി. അല്ലാഹു എന്റെ ദീനിനെ നീ നന്നാക്കി തരണമേ, നൽകണമേ, എന്റെ എല്ലാ കാര്യങ്ങൾക്കും സംരക്ഷണമായിട്ടുള്ളത്. വസ്ലിഹ് ലി ദുനിയായി അല്ലതീ ഫീഹാ മആശി. എന്റെ ജീവിതം അടങ്ങിയിട്ടുള്ള ഈ ദുനിയാവിനെ നീ എനിക്ക് നന്നാക്കി നൽകണമേ. വസ്ലിഹ് ലി ആഖിറതി അല്ലതീ ഫീഹാ മആദി. ഞാൻ മടങ്ങിച്ചെല്ലേണ്ട എന്റെ പരലോകത്തെ നീ നന്നാക്കി നൽകണമേ. വജഅലിൽ ഹയാത സിയാദതൻ ലി ഫീ കുല്ലി ഖൈർ. എന്റെ ജീവിതം എല്ലാ നന്മയിലും വർധനവുള്ളതാക്കി നൽകണമേ. വജഅലിൽ മൗത റാഹത്തൻ ലി മിൻ കുല്ലി ശർ. എന്റെ മരണം എല്ലാവിധ ഷർറിൽ നിന്നുമുള്ള ഒരു റാഹത്തായി, ഒരു സമാധാനമേകുന്ന കാര്യമാക്കിയിട്ടും നീ മാറ്റണമേ എന്ന് പറയാം. അപ്പോ ഇതുപോലെ വേറെയും ദുആകൾ പറയുന്നുണ്ട്. അല്ലാഹുമ്മ റഹ്മത്തക അർജു എന്നുള്ള ദുആയൊക്കെ കൊടുക്കുന്നുണ്ട്. ആ രീതിയിലുള്ള ദുആ ധാരാളം അല്ലാഹുവിനോട് ദുആ ചെയ്യുക. പത്താമത്തെ ഒരു കാര്യം ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയുന്നത്, അൻ യുഖദ്ദിറ അസ്വഉൽ ഇഹ്തിമാലാത്ത്. തനിക്ക് ബാധിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട ഒരവസ്ഥയെ സങ്കല്പിക്കുക എന്നുള്ളത്. ഇത് എന്താണ് ഇമാം സഅദി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ബാധിക്കാൻ വിചാരിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു ചെറിയ മുറിവ് പറ്റി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു രോഗം ബാധിച്ചു. അപ്പൊ അതിന്റെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥ എന്താകും എന്നുള്ള നമ്മളൊന്ന് സങ്കല്പിച്ചു നോക്കുക. ഇപ്പൊ ഒരാൾക്ക് ഒരു വിരലില് മുറിവ് പറ്റി വിചാരിക്കാം, മനസ്സിലാക്കാനാട്ടോ. അപ്പൊ അയാൾ അതിങ്ങനെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് അയാളുടെ കൈ തന്നെ മുറിഞ്ഞു പോയതിനെ പറ്റി അയാൾ ചിന്തിച്ചു നോക്കിയാലോ, അയാൾ ആലോചിച്ച് നോക്കുക. എന്നിട്ട് ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യും എന്ന നിലക്ക്, അല്ലെങ്കിൽ തന്റെ കുട്ടിക്ക് ഒരു രോഗം വന്നു, ആ രോഗം വന്നിട്ട് എങ്ങനെ, അത് സ്വാഭാവികമായിട്ട് ഒരു ഉപ്പ എന്ന നിലക്ക് അല്ലെങ്കിൽ മാതാപിതാക്കൾ നിലക്ക് ഒരു ബേജാറും ടെൻഷനും ഉണ്ടാവും. അപ്പൊ വെറുതെ സങ്കല്പിച്ച് നോക്കുക, എന്റെ കുട്ടി മരണപ്പെട്ടാൽ എന്താവും, അതായത് ഏറ്റവും മോശപ്പെട്ട ഒരു അവസ്ഥ ചിന്തിച്ചു നോക്കുക. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ സമയത്ത് ഞാൻ എങ്ങനെയാണ് അതിനെ നേരിടേണ്ടത്, എങ്ങനെയാണ് അള്ളാഹുവിന്റെ വിധി ഞാൻ സ്വീകരിക്കേണ്ടത്, ഒന്ന് വെറുതെ സങ്കല്പിച്ചു നോക്കുക. ഞാൻ എന്തായിരുന്നു ചെയ്യേണ്ടത്? ഒരു കുട്ടി മരണപ്പെട്ട് കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയുന്ന ഒരു അടിമയ്ക്ക് അള്ളാഹു തആല ബൈത്തുൽ ഹംദ് പറയാൻ പറയും. അൽഹംദുലില്ലാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞാൽ ബൈത്തുൽ ഹംദ് പണിയാൻ അള്ളാഹു തആല മലക്കുകളോട് ആകാശ ലോകത്ത് പറയും, അവിടെ കുട്ടി മരണപ്പെട്ടാൽ. പക്ഷെ അത് എളുപ്പമുള്ള ഒരു കാര്യമല്ല. പക്ഷെ അത് ഇങ്ങനെയാണ് വന്നാൽ ഞാൻ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് സങ്കല്പിച്ചു നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ ചെറിയ ഏതൊരു കാര്യം വന്നാലും അവനത് എളുപ്പത്തിൽ നേരിടാൻ പറ്റും. അത് ആ പുസ്തകത്തിൽ നിന്നും അതുപോലെ ഇമാം സഅദി ആ കാര്യത്തെ പറയാൻ, അഥവാ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയെ സങ്കല്പിച്ച് ആ സമയത്ത് ഞാൻ എന്ത് നിലപാടാണ് ദീനിയായിട്ട് എടുക്കേണ്ടത് എന്ന നിലക്ക് ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്തൊരു കാര്യം ബാധിക്കുമ്പോഴും അതിനെ ലഘുവായി മനസ്സിലാക്കാനുള്ള ഒരു മാനസിക അവസ്ഥ, ഒരു ശക്തി അവന് ലഭിക്കും എന്നുള്ളത്. അത് ഒരുപാട് മനസ്സിലനുഭവിക്കുന്ന ചിന്തകളെ, അനാവശ്യ ടെൻഷനുകളെല്ലാം ഒഴിവാക്കി തരുന്ന കാര്യമാണ്. അടുത്ത പറഞ്ഞത് അനാവശ്യമായിട്ടുള്ള ചിന്തകൾക്ക് പിന്നാലെ ഇങ്ങനെ പോകാതിരിക്കുക എന്നുള്ളത്. അതായത് പല ആളുകളും കാണാം, വെറുതെ ഒരു കാര്യം ഉണ്ടാവില്ല, ഒരാവശ്യം ഉണ്ടാവില്ല, വെറുതെ ആ ചിന്തകളുടെ പിന്നാലെ ആലോചിച്ച് ഇങ്ങനെ ഇരുന്നിട്ട് വെറുതെ ആലോചിച്ച് ബേജാറാകുന്ന അവസ്ഥയാണ്. അങ്ങനെ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ഒഴിവാക്കുക എന്നുള്ളത്. അതുപോലെ ഇഅ്തിമാദുൽ ഖൽബി അലല്ലാഹി വത്തവക്കുൽ അലൈഹി. 12ാമതായിട്ട് വരുന്ന ഒരു കാര്യം, ഇത് ഇങ്ങനെ എണ്ണീട്ടല്ല ഇമാം സഅദി പറഞ്ഞിട്ടുള്ളത്, അതിൽ നിന്ന് തെരഞ്ഞെടുത്തിട്ട് ക്രോഡീകരിച്ച് എണ്ണി പറയുന്നു എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള തവക്കുലാണ്. ഏതൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴും ഒരു മുഅ്മിനിൽ നിന്നുണ്ടാകേണ്ട കാര്യമാണ് കാര്യങ്ങൾ അള്ളാഹുവിനെ ഏൽപ്പിക്കുക എന്നുള്ളത്, അള്ളാഹുവിൽ ബരമേൽപ്പിക്കുക എന്നുള്ളത്, ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹുവിനെ ആശ്രയിക്കുക എന്നുള്ളത്. അള്ളാഹു തആല പറഞ്ഞു, വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹു ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅല അല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദ്റാ. ആരാണോ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്നവൻ അള്ളാഹു മതിയായവനാണ്. ആരാണ് അള്ളാഹു? ആകാശഭൂമികളെ 6 ദിവസങ്ങളിൽ സൃഷ്ടിച്ച് അർശിനുമേൽ ഇസ്തിവാ ചെയ്ത്
തന്റെ കൽപ്പന കൊണ്ട് ആകാശഭൂമികൾക്കിടയിലുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്ന, അന്ത്യനാളിൽ ആകാശഭൂമികളെ കൈകൾ ചുരുട്ടിപ്പിടിക്കുന്ന, എന്നിട്ട് ഐന മുലൂക്ക് ദുന്യ, എവിടെയാണ് ദുനിയാവിലെ രാജാക്കന്മാർ, അനൽ മലിക് എന്ന് പറയുന്ന അല്ലാഹു തആലയിലാണ് ബരമേൽപ്പിക്കാൻ പറയുന്നത്. അവന്റെ മേലെയാണ് ആശ്രയിക്കാൻ പറയുന്നത്. അങ്ങനെ അള്ളാഹുവിന് ബരമേൽപ്പിക്കാൻ സാധിച്ചാൽ, നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, അതോടൊപ്പം അള്ളാഹുവിന് ബരമേൽപ്പിക്കാൻ സാധിച്ചാൽ അള്ളാഹു അവന് മതിയായവനാണ്. അള്ളാഹു തആല അവന്റെ കാര്യങ്ങളിൽ എളുപ്പമുണ്ടായി കൊടുക്കുന്നത് അറിയാനും അവന്റെ ജീവിതത്തിൽ തന്നെ അവനത് ബോധ്യപ്പെടാനും സാധിക്കും. അതുപോലെ മറ്റൊരു കാര്യം, 13ാമത്തെ ഒരു കാര്യം പറയുന്നത്, മറ്റുള്ള ആളുകളുടെ അബദ്ധങ്ങൾ, മറ്റുള്ള പല ആളുകളുമായിട്ട് നമ്മൾ ഇടപഴകും. നമ്മുടെ ഭാര്യ കുടുംബജീവിതത്തിൽ നമ്മുടെ കുടുംബക്കാരുമായിട്ട് ഇടപഴകും, ജോലി സ്ഥലത്ത് ജോലിക്കാരുമായിട്ട് ഇടപഴകും, അങ്ങനെ പല ആളുകളുമായിട്ട് ഇടപഴകും. ആ ഇടപഴകുന്ന സമയത്തെല്ലാം മറ്റുള്ളവരുടെ ആ അബദ്ധങ്ങളെയും കുറവുകളെയെല്ലാം മനസ്സിലാക്കാനും അതനുസരിച്ച് അവരോട് ഇടപഴകാനും സാധിക്കുക. എല്ലാ ആളുകളും നമ്മൾ വിചാരിക്കുന്നത് പോലെ ചിന്തിക്കണം, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ എല്ലാവരും നമ്മളോട് പെരുമാറണം, ഇത് നടക്കൂല. നമ്മുടെ ഭാര്യമാരിൽ നിന്നോ ഭർത്താക്കന്മാരിൽ നിന്നോ പോലും അങ്ങനെ ഉണ്ടാവൂല. നമ്മുടെ ഇണകളിൽ നിന്ന് പോലും ഞാൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ആയിരിക്കണം എന്റെ ഭാര്യ, ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ആയിരിക്കണം എന്റെ ഭർത്താവ്. ഇത് അസംഭവ്യമാണ്. പക്ഷെ അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? ഇമാം സഅദി കുടുംബജീവിതത്തിന് ഏറ്റവും ഉപകരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിനെ കൊടുത്തുകൊണ്ടാണ് ഈ ഭാഗം വിശദീകരിക്കുന്നത്. ഇമാം സഅദി ഹദീസ് കൊടുക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഫ്റുഖ് മുഅ്മിനുൻ മുഅ്മിന, ഒരു സത്യവിശ്വാസിനിയെ, ഒരു ഭർത്താവ് ഒരു ഭാര്യയെ വെറുക്കരുത്. എന്നിട്ട് പറഞ്ഞു, ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ റദിയ മിൻഹാ ഖുലുഖൻ ആഖർ, അവളിൽ നിന്ന് ഒരു സ്വഭാവം അവന് വെറുപ്പുള്ളത് ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അവളിൽ നിന്ന് തൃപ്തിപ്പെടുന്ന വേറെ സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളത്. ഈ ഹദീസ് കൊടുത്തിട്ട് ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയാണ്, ഇത് രണ്ട് രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, ദാമ്പത്യ ജീവിതത്തിൽ അപ്പൊ നമ്മുടെ ഭാര്യ, ആ ഭാര്യയിൽ നിന്ന് നമുക്ക് ഇഷ്ടമില്ലാത്ത സ്വഭാവം ഉണ്ടാവും, പെരുമാറ്റം ഉണ്ടാവും, പ്രവർത്തനം ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. ആ സമയത്ത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ധാരാളം കാര്യങ്ങൾ ആ ഭാര്യയിൽ ഉണ്ടാകും. അത് ആലോചിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താകും? അവിടെ ആ ഭാര്യയ്ക്ക് വെറുപ്പുണ്ടാകുന്ന ആ കാര്യത്തെ ക്ഷമിക്കാൻ നമുക്ക് സാധിക്കും. ആ ഭാര്യയിൽ വെറുപ്പുണ്ടാകുന്ന ഒരു കാര്യം ഉണ്ടാകുമ്പോൾ ആ ഭാര്യയിൽ നിന്ന് നമുക്ക് തൃപ്തി ഉണ്ടാകുന്ന വേറെ ഒരുപാട് സ്വഭാവങ്ങൾ ഉണ്ടാകും, ഒരുപാട് നല്ല ഗുണങ്ങൾ ഉണ്ടാകും. ആ സമയത്ത് അതിനെക്കുറിച്ച് ആലോചിച്ചു കഴിഞ്ഞാൽ ഈ വെറുപ്പുണ്ടാകുന്നതിൽ നമുക്ക് ഭാര്യയോടുണ്ടാകുന്ന കോപവും വെറുപ്പും കുറഞ്ഞ് അവൾക്ക് ക്ഷമിച്ചു കൊടുക്കാൻ സാധിക്കും. ഇതൊന്ന് കുടുംബജീവിതത്തിൽ. രണ്ട്, ഇതേ തത്വം തന്നെ നമ്മൾ ജോലി ചെയ്യുന്ന മേഖലയിലോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിലോ എല്ലാവരുടെ ഇടയിലും ഉപയോഗിക്കാം. അതായത് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത സ്വഭാവമുള്ള, സംസാരമുള്ള, പെരുമാറ്റം ഉണ്ടാക്കുന്ന ആളുകൾ ഉണ്ടാകാം, അതുണ്ടാകും. പക്ഷെ അയാളുടെ തന്നെ നല്ല ഒരുപാട് ഗുണങ്ങളുണ്ടാകും. അപ്പൊ അയാളുടെ നല്ല ഗുണങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇയാളിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ഇഷ്ടക്കേടുകൾ നമുക്ക് ക്ഷമിക്കാൻ അത് വലിയൊരു പ്രേരണയായി തീരും. അങ്ങനെ ആയാൽ തന്നെ എന്താണ്, ഒരുപാട് ടെൻഷൻ ഒഴിഞ്ഞു കിട്ടും. പല ആളുകളും പ്രധാനപ്പെട്ട ടെൻഷൻ എന്തായിരിക്കും? വീട്ടിൽ ഭാര്യ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഭർത്താവ് എങ്ങനെയാണ്, ജോലി സ്ഥലത്ത് ആളിങ്ങനെയാണ്, അല്ലെങ്കിൽ ഉയർന്ന മാനേജർ എങ്ങനെയാണ്, ജോലിക്കാരെങ്ങനെയാണ്, അങ്ങനെയുള്ള ടെൻഷനായിരിക്കും. പക്ഷെ ഈ രീതിയിൽ ആ കാര്യത്തെ ഒന്ന് ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ എളുപ്പമായി തീരുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. അതോ ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയുന്ന മറ്റൊരു കാര്യം, ചെറിയ ചെറിയ നിസ്സാരമായ കാര്യങ്ങളിൽ മുഴുകാതിരിക്കുക എന്നുള്ളത്. അതായത് ചിലപ്പോൾ ഒഴിവാക്കി വിടേണ്ട കാര്യമായിരിക്കും, അതിൽ തല കൊടുത്ത് ഒരുപാട് ടെൻഷൻ അടിക്കാതിരിക്കുക എന്നുള്ളത് പറയുന്നുണ്ട്. വേറെ ഒന്ന് പ്രധാനപ്പെട്ട ഒരു ചിന്ത പറയുന്നത്, അൽ ഹയാത്തു ഖസീറത്തുൻ. ഇമാം സഅദി പറയുന്ന വാക്കാണ്, ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ ചെറുതാണ്, അതിൽ ടെൻഷൻ അടിച്ചിട്ട് പിന്നെ അതിനെ ചെറുതാക്കാൻ നിൽക്കരുത്. ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ വളരെ ചെറുതാണ്. പരലോകത്ത് ഇപ്പൊ നമ്മൾ ആലോചിക്കുക, ഒരു 30, 40, 50 വയസ്സ് വരെ ജീവിച്ച ഒരാളൊന്നും തിരിഞ്ഞു നോക്കി നോക്കി, അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താ, ഒന്നുമില്ല. എത്ര സമയം നമ്മളിവിടെ ജീവിച്ചു എന്ന് നമുക്ക് തോന്നുക. ആ ജീവിതം വളരെ ചെറുതാണ്, ഇനിയുള്ള കാലവും വളരെ ചെറുതാണ്. അതിനെ വീണ്ടും ടെൻഷൻ അടിച്ച് അനാവശ്യ ചിന്തയിൽ മുഴുകി വീണ്ടും ചെറുതാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്നുള്ളത്. പിന്നെ പറയുന്ന ഒരു പോയിന്റ്, 16ാമത്തെ ഒരു പോയിന്റ്, അധിക ചിന്തകളിലും ഒരു അടിസ്ഥാനവും ഉണ്ടാകില്ല, വെറുതെയുള്ള അനാവശ്യമായിട്ടുള്ള ചിന്തകളാണ്. അതുപോലെ ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന വാക്കോ അതിൽ വലിയ ശ്രദ്ധ കൊടുക്കരുത്. കാരണം അവരുടെ വാക്കോ മറ്റോ ഒന്നും നമുക്കൊരു ദോഷവും വരുത്തുന്നില്ല, നമ്മൾ അതിൽ ഇടപെടാത്തോളം കാര്യം, മുഴുകാത്തോളം കാര്യം. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തിന്റെ അവസാനത്തിൽ ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാ തൻതളിർ മിനന്നാസി ശുക്ർ, ജനങ്ങളിൽ നിന്ന് ഒരിക്കലും നന്ദി പ്രതീക്ഷിക്കരുത്. ജനങ്ങളിൽ നിന്ന് ഒരിക്കലും നന്ദി പ്രതീക്ഷിക്കരുത്. അതായത് നമ്മളൊരു കാര്യം ചെയ്തു കൊടുത്തു, അത് നമ്മുടെ ഭാര്യ ആവട്ടെ, കുടുംബത്തിലാവട്ടെ, മാതാപിതാക്കളാവട്ടെ, സഹോദരങ്ങളാവട്ടെ, അയൽവാസിയാവട്ടെ, സുഹൃത്തുക്കളാവട്ടെ, ആരോ ആവട്ടെ,
അവരിൽ നിന്ന് തിരിച്ച് നന്ദി പ്രതീക്ഷിക്കാതിരിക്കുക. അവരിൽ നിന്ന് തിരിച്ച് നന്ദിയുടെ ഒരു വാക്കോ തിരിച്ച് അയാൾ ഇന്നോട് ഇങ്ങനെ ആയിരിക്കണം എന്ന് പ്രതീക്ഷിക്കാനേ പാടില്ല, പ്രതീക്ഷിക്കരുത്. ചെയ്യുന്ന കാര്യങ്ങൾ അത് അള്ളാഹുവിന് വേണ്ടി മാത്രമാവുക. എന്നിട്ട് ഇമാം സഈദി കൊടുക്കുന്ന ആയത്ത് സൂറത്തുൽ ഇൻസാനിലെ 9-ാമത്തെ ആയത്താണ്. ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാ ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ. ഞങ്ങൾ നിങ്ങളെ ഭക്ഷിപ്പിക്കുന്നത് അള്ളാഹുവിന് വേണ്ടി മാത്രമാണ്. നിങ്ങളിൽ നിന്ന് ഒരു നിലക്കും ഒരു നന്ദിയോ അല്ലെങ്കിൽ നന്ദി വാക്കോ നന്ദി പ്രവർത്തനമോ പ്രതിഫലമോ ഒന്നും തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അത് ആരോടും ഉണ്ടാവരുത്. ഇപ്പൊ നമ്മൾ നമ്മുടെ ഭാര്യയ്ക്ക് എന്തെങ്കിലും ചെലവിന് കൊടുക്കുന്നു അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നോക്കുന്നു, അള്ളാഹു പ്രതിഫലം നൽകും. അള്ളാഹുവിനോടുള്ള ബാധ്യതയാണത്. അവരിൽ നിന്ന് പ്രതീക്ഷിച്ചു തുടങ്ങിയാലോ അവരിൽ നിന്ന് ഉണ്ടാകുന്ന ഇഷ്ടക്കേടുകൾ നമുക്ക് വലിയ വിഷമമുണ്ടാക്കും. അതുപോലെ ജോലിക്കാരാവട്ടെ, കൂട്ടുകാരാവട്ടെ, അയൽവാസികളാവട്ടെ, കുടുംബക്കാരാവട്ടെ, നമ്മൾ കുടുംബക്കാരായ ഒരാൾക്ക് നമ്മൾ സഹായിച്ചു, നാളെ അവര് നമ്മളെ തിരിച്ച് സഹായിച്ചോളന്നോ അല്ലെങ്കിൽ തിരിച്ച് നമ്മളോട് വേറെ എന്തെങ്കിലും ചെയ്തോളണോ നമ്മൾ പറഞ്ഞ പോലെ കേട്ടോളണോ നിർബന്ധമൊന്നുമില്ല. അപ്പൊ അവരിൽ നിന്നൊന്നും നമുക്ക് പ്രതീക്ഷിക്കാനില്ല. നമ്മൾ ചെയ്ത അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം. ആ ഒരു നിലക്ക് ഒരു മനുഷ്യനിൽ നിന്നും ഒരു സൃഷ്ടിയിൽ നിന്നും തിരിച്ചിങ്ങോട്ട് നന്ദി പ്രതീക്ഷിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്, പ്രതീക്ഷിക്കാതിരിക്കുക എന്നുള്ളത്. അവസാനമായിട്ട് ഇമാം സഅദി ഇതിന്റെ അവസാനത്തിൽ കൊടുക്കുന്നത് ഒന്ന് കാര്യങ്ങൾ അപ്പോൾ ചെയ്തു തീർക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ റത്തിബുൽ ഔലവിയാത്ത്, ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ, അഹമ്മു മിനൽ മുഹിം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം ആദ്യം ചെയ്യുക, പിന്നെ അതിനുശേഷമുള്ളത്. അതായത് പല ആളുകൾക്കും ജീവിതത്തിൽ ഇല്ലാതെ പോകുന്ന കാര്യമാണ് ഈ തർത്തീബ് എന്നുള്ളത്. അതായത് ഇന്നത്തെ പണി ഇന്ന് ചെയ്തിട്ടില്ല എങ്കിൽ നാളേക്ക് അതെന്താവും, ഓവർലോഡ് ആവും. ഏത് കാര്യത്തിലാവട്ടെ, കുടുംബത്തില് ഒരു സ്ത്രീ വീട്ടിലത്തെ ജോലിയാവട്ടെ, നമ്മുടെ ഓഫീസിലെ ജോലികളാവട്ടെ, അല്ലെങ്കിൽ അല്ലാതെയുള്ള കാര്യങ്ങളാവട്ടെ, അന്നന്ന് ചെയ്യുന്ന കാര്യങ്ങൾ അന്നന്ന് ചെയ്യുക. അതിൽ തന്നെ ഔലവിയാത്ത് ഉണ്ടാവുക. അതായത് ആദ്യം എന്താ ചെയ്യേണ്ടത് അത് ആദ്യം ചെയ്യുക, പിന്നെ അടുത്ത് ചെയ്യുക. ചിലപ്പോൾ ഒരു പ്രാധാന്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ആദ്യം ചെയ്യുക. അതായത് അഹമ്മു മിനൽ മുഹിം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയത് ഏറ്റവും ആദ്യം ചെയ്യുക, അതിനുശേഷം അതിനുള്ള കാര്യങ്ങൾ. ആ രീതിയിലായിരിക്കണം നമ്മൾ കാര്യങ്ങൾ തർത്തീബാക്കേണ്ടത്. ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ഇത് ഷോർട്ടായി പറഞ്ഞതാണ്. ഇത് വളരെ മനോഹരമായ ഉപമകളിലെയും ഉദാഹരണങ്ങളിലൂടെയും ഇമാം സഅദി റഹിമഹുല്ലാ ഒരാളുടെ മാനസികമായിട്ടുണ്ടാകുന്ന സംഘർഷങ്ങൾ, ഞെരുക്കങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒഴിവാകാൻ അവൻ പരിശീലിക്കേണ്ട കാര്യങ്ങൾ ദീനിയായ വെളിച്ചത്തിൽ ആ പുസ്തകത്തിനെ വായിച്ചതിന്റെ അടിസ്ഥാനത്തിൽ, അതുകൊണ്ട് തന്നെ ഭൗതികമായിട്ടുള്ള ഈ തരത്തിലുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങൾ കൂടി അത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ മനോഹരമായ രീതിയിലാണ് ഇമാം സഅദി റഹിമഹുല്ലാ ഈ കിതാബ് എഴുതിയിട്ടുള്ളത്. വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ്. ചിന്തിച്ചാൽ, പ്രാവർത്തികമാക്കിയാൽ നമ്മുടെ ജീവിതത്തിലെ വലിയ ചിന്തകളും മാനസിക സംഘർഷങ്ങളും എല്ലാം ഒഴിവാക്കാൻ ഉപകരിക്കുന്ന കാര്യങ്ങളാണ് അൽ വസായിലുൽ മുഫീദ ലിൽ ഹയാത്തി സഈദ എന്ന് പറയുന്ന ഈ കിതാബ്. അതുപോലെ നമ്മൾ മനസ്സിലാക്കണം, ഈ ഹയാത്തും ത്വയ്യിബ ലഭിക്കാൻ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈമാനും അമലു സാലിഹാത്തും കൊണ്ടല്ലാതെ നമുക്കൊരിക്കലും ഇതൊന്നും ലഭിക്കില്ല. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അതിന്റെ ശാഖാപരമായിട്ട് അല്ലെങ്കിൽ അതിന്റെ കീഴിൽ വരുന്ന കാര്യങ്ങളായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു തആല ഈ കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ പകർത്താനും അതുപോലെ തന്നെ യഥാർത്ഥ രൂപത്തിൽ അത് ജീവിതത്തിൽ കൊണ്ടുവരാനും ഏറ്റവും ത്വയ്യിബായ, ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള, സമാധാനം നിറയുന്ന, സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം നമുക്കെല്ലാവർക്കും ഈ ദുനിയാവിൽ നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ നാളെ പരലോകത്ത് നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക്, നമ്മുടെ വിശ്വാസത്തിന്, സൽക്കർമ്മങ്ങൾക്കെല്ലാം ഏറ്റവും മഹത്തായ പ്രതിഫലം നൽകുന്ന ആളുകളിൽ, സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.